മനുഷ്യൻ കുടുംബം പരിപാലിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം തന്നതിനാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. വിവാഹത്തിൻ്റെ മാന്യത ഇന്ന് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവേ, തിരുവചനം സംസാരിക്കുന്ന അടിയനെയും കേൾക്കുന്ന നിൻ്റെ മക്കളെയും ഒരുപോലെ അനുഗ്രഹിക്കണമെന്ന് യേശു രക്ഷിതാവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം. അനന്തരം യഹോവയായ ദൈവം, മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കിക്കൊടുക്കും എന്ന് അരുളിച്ചെയ്തു. ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കിക്കൊടുക്കുമെന്ന് അരുളിച്ചെയ്തു. 2-ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കഥ ഞാൻ ഓർക്കുകയാണ്. മണ്ണാങ്കട്ടയും കരിയിലയും കാശിക്ക് പോയ കഥ. ഒരു ദിവസം മണ്ണാങ്കട്ടയും കരിയിലയും പ്ലാൻ ചെയ്തു കാശിക്ക് പോകാൻ. എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് അവർ കാശിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വളരെ സന്തോഷത്തോടെ ചിരിച്ചും തമാശ പറഞ്ഞും അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആകാശം കറുത്തു, കാറ്റടിക്കാനായിട്ട് തുടങ്ങി. കാറ്റടിക്കുമ്പോൾ നമുക്കറിയാം കരിയില പറന്നുപോകും. അപ്പോൾ മണ്ണാങ്കട്ട കരിയിലയുടെ പുറത്ത് കയറിയിരുന്നു. കാറ്റെല്ലാം അവസാനിച്ചു. വീണ്ടും അവർ യാത്ര തുടർന്നു. അപ്പോഴാണ് പെട്ടെന്ന് മഴ പെയ്യുന്നത്. മഴ പെയ്താൽ മണ്ണാങ്കട്ട അലിഞ്ഞു പോകുമെന്ന് നമുക്കറിയാം. ആ സന്ദർഭത്തിൽ കരിയില മണ്ണാങ്കട്ടയുടെ പുറത്ത് കയറിയിരുന്നു. അങ്ങനെ രണ്ടുപേരും സുരക്ഷിതരായി കാശിക്ക് ചെന്നു എന്നാണ് പറയുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയിൽ തക്കതായൊരു തുണയെ കണ്ടെത്താൻ മനുഷ്യന് സാധിച്ചില്ല. അതുകൊണ്ട് മനുഷ്യന് ഇണയും തുണയുമായി സങ്കടത്തിലും സന്തോഷത്തിലും കൂട്ടായി തുണയായി ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചു. വിവാഹത്തിന് ഏറ്റവും ലളിതമായ ഒരു നിർവചനം പറയുകയാണെങ്കിൽ ഞാൻ പറയും, മാര്യേജ് ഈസ് എ വെൽഡിങ് എന്ന്. ദൈവം വിളക്കി ചേർക്കുന്നതാണ് വിവാഹം. മാത്രവുമല്ല, ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നതാണ് വിവാഹം. മാര്യേജ് ഈസ് വെരി ക്ലോസ് ടു ദ ഹാർട്ട് ഓഫ് ഗോഡ് ആൻഡ് ഹി കൺസിഡേഴ്സ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം വേദപുസ്തകം ആരംഭിക്കുന്നത് വിവാഹത്തോടെയാണ്. അവിടെ ദൈവമാണ് കാർമ്മികനെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ വേദപുസ്തകം അവസാനിക്കുന്നതും വിവാഹത്തോടെയാണ്. എ സെലസ്റ്റിയൽ വെഡിങ്. അതായത് മണവാട്ടി സഭയെ മണവാളനായ കർത്താവ് മധ്യാകാശത്തിൽ വെച്ച് വേളി കഴിക്കും. ഇത് നമ്മുടെ വലിയ പ്രത്യാശയാണ്. മാത്രവുമല്ല, യോഹന്നാന്റെ സുവിശേഷത്തിൽ ആദ്യത്തെ അതിശയം കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കിയതാണ്. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു എന്ന് നാം വായിക്കുന്നു. മാര്യേജ് ഈസ് എ സേക്രഡ് യൂണിയൻ. പരിശുദ്ധമായ പരിപാവനമായ ഒരു ബന്ധമാണ് വിവാഹം എന്നത് നാം ഒരിക്കലും മറക്കരുത്. ഡോക്ടർ M.R. ഡീഹാൻ ഒരു അമേരിക്കൻ ബിബ്ലിക്കൽ ടീച്ചറാണ്. അദ്ദേഹം
അദ്ദേഹം പറഞ്ഞു, ദ നിയറസ്റ്റ് തിങ് ടു ഹെവൻ ഓൺ എർത്ത് ഈസ് എ ഹാപ്പി ക്രിസ്ത്യൻ ഹോം എന്ന്. അതായത് ഭൂമിയിലെ സ്വർഗമാണ് കുടുംബം എന്ന്. എന്നാൽ ഇന്ന് വിവാഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവാഹ ജീവിതത്തിന് മുമ്പ് കൽപ്പിച്ചിരുന്ന പരിശുദ്ധിയോ പരിപാവനതയോ ബന്ധങ്ങളുടെ ആഴമോ ഇന്നുണ്ടോ എന്ന് നാം സംശയിക്കണം. വിവാഹത്തെ വളരെ ലൈറ്റായി കാണുന്ന ആളുകൾ ഇന്ന് വളരെ അധികമാണ്. അവിടെ വരാവുന്ന ഒരു ചിന്ത ഒന്ന് പോയാൽ മറ്റൊന്ന് എന്നാണ്. ഒരിക്കൽ ഒരു യുവ വൈദികൻ പട്ടം കിട്ടി. അദ്ദേഹം ആദ്യം നടത്തുന്ന ഒരു വിവാഹം. അദ്ദേഹം പരിചയസമ്പന്നനായ ഒരു പട്ടക്കാരൻ്റെ സഹായം തേടി. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ആ പരിചയസമ്പന്നനായ വൈദികൻ വളരെ വിശദമായി യുവ വൈദികന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഒരു നിർദ്ദേശവും കൊടുത്തു. പറയേണ്ടത് എന്തെങ്കിലും മറന്നുപോയാൽ അദ്ദേഹം പറഞ്ഞു, ജസ്റ്റ് കോട്ട് സ്ക്രിപ്ചർ, തിരുവചനം ഉദ്ധരിക്കുക. തിരുവചനം ഉദ്ധരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. മണവാളനും മണവാട്ടിയും ഭാര്യയും ഭർത്താവുമാകുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത് വരെയുള്ള ഭാഗം നമ്മുടെ യുവ വൈദികൻ വളരെ ഭംഗിയായി ചെയ്തു. അത് കഴിഞ്ഞ് എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം മറന്നുപോയി. പരിചയസമ്പന്നനായ അച്ഛൻ്റെ ഉപദേശം അദ്ദേഹം ഓർത്തു, കോട്ട് സ്ക്രിപ്ചർ. തൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന ഒരു വാക്യം അദ്ദേഹം പറഞ്ഞു, ഫാദർ forgive them for they do not know what they do. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന്. പിശക് പറ്റിയ വാക്കുകളാണെങ്കിലും വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്ന പലർക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. പ്രായമുള്ളവരുടെ ജീവിതത്തിൽ അവർ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആരെങ്കിലും വിവാഹത്തെക്കുറിച്ചോ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചോ പ്രസംഗത്തിലൂടെ അല്ലാതെ നേരിട്ട് വ്യക്തിപരമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല. എന്നാൽ ഇന്ന് മുക്കിന് കൗൺസിലിംഗ് ഉണ്ട്. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പ്രീമാരിറ്റൽ കൗൺസിലിംഗ് കഴിഞ്ഞതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നെങ്കിലേ വിളിച്ചു പോലും ചെല്ലത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ വളരെ നിർബന്ധം പിടിക്കുന്നു എങ്കിലും അനേക കുടുംബജീവിതങ്ങളും തളർന്നു പോകുന്നു, തകർന്നു പോകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എവറി മാരിയേജ് ഈസ് അൺചേഞ്ചിങ്. ഇറ്റ് വാസ് ഡിറ്റർമൈൻഡ് ലോങ് ഇൻ അഡ്വാൻസ് ബൈ ദ ക്രിയേറ്റർ. വിവാഹം ദൈവനിയോഗമാണ്. ഓരോ കുടുംബത്തെക്കുറിച്ചും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് എന്നത് മറക്കരുത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ഭൂമിയിലെ ഒന്നാമത്തെ കുടുംബത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഭൂമിയിലെ ഒന്നാമത്തെ കുടുംബത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങൾ എന്തായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നതിന് ഉൾക്കാഴ്ച നൽകുന്നതാണ് ഭൂമിയിലെ ഒന്നാമത്തെ കുടുംബം. ആദാമിൻ്റെയും ഹവ്വായുടെയും വിവാഹം സ്വർഗത്തിലാണ് നടന്നത്. ദൈവമായിരുന്നു കാർമ്മികൻ എന്നതും നമുക്കറിയാം. വിവാഹശേഷം അമ്മയുടെ വീട്ടിലേക്ക് ഹവ്വ ഒരിക്കലും ഓടിപ്പോയിട്ടില്ല. അമ്മ ഉണ്ടാക്കി തരുന്നത് പോലെ ഭക്ഷണം ഉണ്ടാക്കി തരണമെന്ന് ആദാം ഹവ്വായോട് വാശി പിടിച്ചില്ല. നിങ്ങളെക്കാൾ ഭേദം മറ്റു വിവാഹം കഴിക്കുകയായിരുന്നു എന്ന് ഹവ്വ പറഞ്ഞില്ല. ദൈവം നൽകിയ സ്ത്രീയെ വേണ്ട, ഇതിലും സുന്ദരിയായ വേറൊരാളെ മതി എന്ന് ആദാം പറഞ്ഞില്ല. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അപ്പോൾ മനുഷ്യൻ ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു എന്ന് പറഞ്ഞു. ദൈവമാണ് ഒരു പുരുഷനെയും
ഒരു സ്ത്രീയെയും തമ്മിൽ ഒരു മായി കൂട്ടിച്ചേർക്കുന്നത്. കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ 2-3 കാര്യങ്ങൾ ചുരുക്കമായി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, മാര്യേജ് റിലേഷൻഷിപ്പ് ഈസ് എ ലൈഫ് ടൈം റിലേഷൻഷിപ്പ്. വിവാഹബന്ധം ഒരു ആജീവനാന്ത ബന്ധമാണ്. മാര്യേജ് ഈസ് നോട്ട് എ കോൺട്രാക്ട്, ഇറ്റ് ഈസ് എ കവനന്റ്. 1 വർഷത്തേക്കോ 10 വർഷത്തേക്കോ ഉള്ള ഒരു ഉഭയസമ്മതമല്ല വിവാഹം. വിവാഹം ഉടമ്പടിയാണ്, മരണം വരെ തുടരേണ്ട ബന്ധം എന്നത് നാം ഒരിക്കലും മറക്കരുത്. ഈ ഉടമ്പടി പരസ്പരവും ദൈവത്തോടും ഉള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന്. ഈ വാക്യം ഉച്ചരിച്ചുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു പരീക്ഷകരോട് പറഞ്ഞത്, therefore what God has joined together let no man separate. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് പറഞ്ഞു. ഇന്ന് സുവിശേഷ പാഠമായി വായിച്ചു കേട്ടത് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 2 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. വിവാഹ ജീവിതത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് അവിടെ നൽകിയിരിക്കുന്നത്. പരീശന്മാർ യേശു കർത്താവിനോട് ചോദിക്കുകയാണ്, ഈസ് ഇറ്റ് ലോഫുൾ ഫോർ എ മാൻ ടു ഡിവോഴ്സ് ഹിസ് വൈഫ്? ഭാര്യയെ ഉപേക്ഷിക്കുന്നത് പുരുഷന് വിഹിതമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, എന്താ മോശ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? അവർ പറഞ്ഞു, ഉപേക്ഷണ പത്രം എഴുതിക്കൊടുത്ത് അവളെ ഉപേക്ഷിക്കാമെന്ന് മോശ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുകയാണ്. നിങ്ങളുടെ ഹൃദയക്കാടിൻ്റെ നിമിത്തമാണ് മോശ അങ്ങനെ പറഞ്ഞത് എന്ന് കർത്താവ് പറയുന്നുണ്ട്. എന്നാൽ മലാക്കി പ്രവാചകന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ ദൈവം തമ്പുരാൻ പറയുകയാണ്, ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു. ഐ ഹേറ്റ് ഡിവോഴ്സ്. ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു എന്ന് പറയുകയാണ്. വിവാഹമോചനം അനുവദിച്ചത് മനുഷ്യനാണ്, ദൈവമല്ല. ദൈവത്തിൻ്റെ നിലപാട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നാണ്. നമ്മുടെ മഹായിടവകയിൽ വിവാഹമോചനം അനുവദിച്ചത് 1996-ലാണ്, സാമാത്യു തിരുമേനിയുടെ കാലത്താണ്. ഞാൻ അന്ന് ബിഷപ്പിൻ്റെ സെക്രട്ടറി ആയതുകൊണ്ട് അതിനു മുമ്പ് നടന്ന ചർച്ചകളും തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ തിരുമേനി ചോദിച്ച ഒരു ചോദ്യം, നിരപരാധികളെ അങ്ങനെ നമ്മൾ ക്രൂശിക്കണോ എന്നാണ്. നിരപരാധിത്വം തെളിയിച്ചാൽ അവർ വീണ്ടും വിവാഹം കഴിക്കട്ടെ എന്ന് സഭ തീരുമാനിക്കുകയായിരുന്നു. മലാക്കി പ്രവചനത്തിലും അതുപോലെ തന്നെ ആവർത്തന പുസ്തകത്തിലും നാം വായിക്കുമ്പോൾ ദൈവോദ്ദേശത്തെ മനുഷ്യൻ ദുരുപയോഗം ചെയ്തു എന്ന് ചിന്തിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇത് ഡിസ്പോസബിൾസിൻ്റെ കാലഘട്ടമാണ്. ഡിസ്പോസബിൾ ഗ്ലാസ്, പ്ലേറ്റ്, ബോട്ടിൽ, സിറിഞ്ച്, ഇതൊക്കെ അതിനെക്കുറിച്ചുള്ള ചിന്തയെന്ന് പറയുന്നത് യൂസ് ആൻഡ് ത്രോ എവേ എന്നുള്ളതാണ്. ഇന്നിൻ്റെ സംസ്കാരമാണ് അത്. വിവാഹം സംബന്ധിച്ചും ഈ സംസ്കാരം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിവാഹ ജീവിതത്തെ ലാഘവത്തോടെ കാണരുത്. ദൈവം കൂട്ടിച്ചേർത്തതാണെന്നും ഇത് ആജീവനാന്ത ബന്ധമാണെന്നും തിരിച്ചറിയുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകേണ്ടത് വളരെ ആവശ്യമാണ്. രണ്ടാമത്, മാര്യേജ് റിലേഷൻഷിപ്പ് ഈസ് എ സ്പിരിച്വൽ യൂണിറ്റി. വിവാഹബന്ധം ഒരു ആത്മീയ ഐക്യമാണ്. ഭാര്യയും ഭർത്താവും യേശുക്രിസ്തുവിലുള്ള തങ്ങളുടെ വിശ്വാസത്തെ പങ്കുവയ്ക്കുമ്പോഴാണ് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതങ്ങൾ രൂപപ്പെടുന്നത് എന്നത് നാം മറക്കരുത്. വിൻസെന്റ് പീൽ എന്ന പ്രസിദ്ധനായ ഫാമിലി കൗൺസിലർ പറയുന്നത് 3 to get marry എന്നാണ്. 3 പേരെ വിവാഹം കഴിക്കണം. ഭാര്യയും ഭർത്താവും മാത്രമല്ല, മണവാളനും മണവാട്ടിയും മാത്രമല്ല, അവരോടൊപ്പം കർത്താവും കൂടെ ചേരുന്നതാണ് വിവാഹ ജീവിതമെന്ന് അദ്ദേഹം പറയുകയാണ്. ആമോസ് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം
3-ാം വാക്യത്തിൽ ക്യാൻ ടു വാക്ക് ടുഗദർ എക്സെപ്റ്റ് വെൻ ദേ ബി എഗ്രീഡ്. 2 പേർ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ എന്ന് ആമോസ് പ്രവാചകൻ ചോദിക്കുകയാണ്. അതുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് അല്ല വേണ്ടത്, ഹൃദയ ഐക്യമാണ് വേണ്ടത്. അഡ്ജസ്റ്റ്മെന്റ് താൽക്കാലികമാണ്, എന്നാൽ ഹൃദയ ഐക്യമാണ്, ദൈവത്തിലുള്ള ആ ആത്മീയ ഐക്യമാണ് നിലനിൽക്കുന്നത് എന്ന് നാം എപ്പോഴും ഓർക്കണം. ക്രിസ്തുവിലുള്ള ഐക്യം നിരന്തരം പോഷിപ്പിക്കപ്പെടണം. വൺനെസ് ഇൻ ക്രൈസ്റ്റ് നീഡ്സ് കണ്ടിന്യൂവൽ നറിഷ്മെന്റ്. അത് നിരന്തരം പോഷിപ്പിക്കപ്പെടേണ്ടതാണ്. ഒരുമിച്ച് പള്ളിയിൽ പോകണം, ഒരുമിച്ചിരുന്ന് വേദപുസ്തകം വായിക്കണം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഇന്ന് പല കുടുംബങ്ങളെ നോക്കിയേ, CSI കുടുംബങ്ങളെ പ്രത്യേകിച്ച്, ഭാര്യയും മക്കളും സ്ഥിരമായിട്ട് പള്ളിയിൽ വരും. മക്കൾ സൺഡേ സ്കൂളിൽ പോകും, ഗായക സംഘത്തിലുണ്ടാവും, അതുപോലെ തന്നെ യുവജന പ്രസ്ഥാനത്തിലുണ്ടാവും. ഭർത്താവ് എവിടാണ്? ചില വീടുകളിൽ നേരെ തിരിച്ചും, ഭർത്താവ് പള്ളിയിലൊക്കെ പോകും, ഭാര്യയും മക്കളും കൂട്ടാക്കാത്ത വീടുകളുമുണ്ട്. എന്നാൽ ഏറ്റവും അധികം ഇന്നാണെങ്കിലും നമ്മളൊന്ന് നോക്കിയേ, സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ, പുരുഷന്മാർ കുറവാണ്. അതുകൊണ്ട് പുരുഷന്മാർക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട് കുടുംബജീവിതത്തിൽ. കുടുംബത്തിൻ്റെ നാഥൻ പുരുഷനാണ്, അത് കീപ്പപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം. പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടത് കുടുംബനാഥനാണ്. പല വീടുകളിലും ഭാര്യമാർ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പ്രാർത്ഥന ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് കുടുംബനാഥൻ വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ്. കൈ ഉയർത്തിയില്ലെങ്കിലും വേണ്ടിയല്ല, ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കി പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. പ്രാർത്ഥിക്കുന്ന കുടുംബമാണ് നിലനിൽക്കുന്നത് എന്നതിന് സംശയമൊന്നുമില്ല. ദൈവത്തിലുള്ള നിങ്ങളുടെ കൂട്ടായ്മയിൽ ദൈവം പ്രസാദിക്കും. ആത്മീയ ഐക്യത്തിനും ക്രിസ്തുവിലുള്ള ഒരുമയ്ക്കും ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ് പ്രാർത്ഥന. പ്രേയിങ് ടുഗദർ ഈസ് ബോത്ത് എ സോൾവെന്റ് ആൻഡ് ഗ്ലൂ. പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാ കയ്പും സ്വാർത്ഥതയും പകയും വിദ്വേഷവും പിണക്കവുമെല്ലാം പ്രാർത്ഥന അലിയിച്ചു കളയും. ഹൃദയങ്ങളെ ഒരുമയിൽ ബന്ധിച്ചു നിർത്തുന്നതാണ് പ്രാർത്ഥന എന്നത് നാം എപ്പോഴും ഓർക്കണം. ഡോക്ടർ സ്മൈലി ബ്ലാൻഡിനും നോർമൻ വിൻസെന്റ് പീലും ചേർന്ന് രചിച്ച ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ഫെയ്ത്ത് ഈസ് ദി ആൻസർ എന്നാണ്. വിശ്വാസമാണ് ഉത്തരം. അതിൽ ഒരുമിച്ചുള്ള പ്രാർത്ഥനയുടെ ശക്തി, അതിനെക്കുറിച്ച് പറയാനായിട്ട് ഒരു ഉദാഹരണം അവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭർത്താവുമായി കടുത്ത പിണക്കത്തിലായിരുന്ന ഒരു യുവതി ഒരിക്കൽ വിൻസെന്റ് പീലിൻ്റെ അടുക്കൽ ഉപദേശം തേടി വന്നു. വിവാഹമോചനത്തിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിക്കുവാൻ അവൾക്ക് മനസ്സ് വന്നില്ല. അവൾക്കറിയേണ്ടത് ഒന്നു മാത്രമാണ്, എങ്ങനെയാണ് ഭർത്താവുമായി ഇണക്കത്തിലാവുക. അവൾ പീലിനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? അവൾ മൗനം അവലംബിച്ചു. സാരമില്ല, ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒന്ന് നോക്കൂ, എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്ന് കാണാം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പിറ്റേ ദിവസം പ്രഭാതം പൊട്ടിവിടരുന്നതിന് മുമ്പ് പീലിൻ്റെ അടുക്കൽ ഈ യുവതി ഓടി വന്നു. വളരെ സന്തോഷത്തോടുകൂടെ അദ്ദേഹത്തോട് പറയുകയാണ്, സാറേ, കഴിഞ്ഞ രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ പിണക്കമെല്ലാം പോയി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയണം. കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെയുള്ള കോപവും വിദ്വേഷവും പകയും പിണക്കവും എല്ലാം അലിഞ്ഞു പോകുമെന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് മാരേജ് റിലേഷൻഷിപ്പ് ഈസ് എ സ്പിരിച്വൽ യൂണിറ്റി. മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടെ സൂചിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. മാരേജ് റിലേഷൻഷിപ്പ് ഈസ് എ ടോട്ടൽ ഇൻവോൾവ്മെന്റ്. വിവാഹബന്ധം പൂർണ്ണ പങ്കാളിത്തമാണ്, പൂർണ്ണ സമർപ്പണമാണ്. കുടുംബജീവിതം ഒരു സാൻഡ്വിച്ച് ആണെങ്കിൽ സാൻഡ്വിച്ചിനെ രുചിപ്പിക്കുന്ന ടേസ്റ്ററാണ് സ്നേഹം. ഇന്ന് നമ്മൾ 2ാം പാഠമായി വായിച്ചു കേട്ടത് കൊരിന്ത്യ ലേഖനമാണ്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം. സ്നേഹഗീത എന്നാണ് ആ വേദഭാഗം അറിയപ്പെടുന്നത്. നമുക്കറിയാം, സ്നേഹമില്ലാത്തതാണ് ഇന്നത്തെ പല കുടുംബ പ്രശ്നങ്ങൾക്കും കാരണമെന്ന്
നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്കൊരു മനപ്പാഠം തരികയാണ്. നിങ്ങളെല്ലാവരും കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 13-ാം അധ്യായം കാണാതെ പഠിക്കണം. എല്ലാവരും കാണാതെ പഠിക്കണം. അടുത്ത ആഴ്ച വരുമ്പോൾ ഞാനൊന്ന് ചോദിച്ചാലോ എന്ന് ചിന്തിക്കുകയാണ്. പള്ളി വരാതിരിക്കരുത് കേട്ടോ. സ്നേഹഗീത നമ്മൾ കാണാതെ പഠിക്കണം. പൗലോസ് പറയുകയാണ്, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. ഈ വാക്കുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായി എങ്കിൽ കുടുംബജീവിതം എത്ര ധന്യമായനെ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. മുമ്പ് നമുക്ക് നാം വെള്ളം കോരുന്നത് കിണറ്റിൽ നിന്ന് കപ്പിയും കയറും ഉപയോഗിച്ചാണ്. TJ ജോഷുവ അച്ഛൻ പറഞ്ഞ ഒരു ഉദാഹരണം, അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ചിന്താവിഷയത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഉദാഹരണം. ഭാരതസഭയ്ക്ക് ക്രൈസ്തവ ലോകത്തിന് തീരാ നഷ്ടമാണ് TJ ജോഷുവ അച്ഛൻ്റെ വിയോഗം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. വളരെയധികം ധ്യാന പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ചിന്താവിഷയങ്ങളുടെ തന്നെ ഏകദേശം 10 വോളിയം പുസ്തകങ്ങൾ അദ്ദേഹം ലോകത്തിന്, ക്രൈസ്തവ സമൂഹത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം, നമ്മൾ ദീർഘകാലം കപ്പി ഉപയോഗിച്ച് അതായത് തൊട്ടി കെട്ടി വെള്ളം കോരിയിട്ടുണ്ടല്ലോ നമ്മൾ. ചില സമയത്ത് ഈ കപ്പി കിറുകിറ ശബ്ദം ഉണ്ടാക്കും, നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ ചാവിയിൽ ഒരു അല്പം എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ അത് വളരെ സ്മൂത്തായിട്ട് തീരും. ഇന്ന് അനേക കപ്പികളും അല്ലേ കിറുകിറ ശബ്ദം ഉണ്ടാക്കുക. ആ സ്നേഹത്തിൻ്റെ ഒരു അല്പം ലേപനം ഒന്ന് പുരട്ടിയാൽ അതെത്ര സ്മൂത്താകുമെന്നത് ഞാനും നിങ്ങളും ചിന്തിക്കണം. സ്നേഹത്തിൻ്റെ അഭാവമാണ് പല കുടുംബ പ്രശ്നങ്ങൾക്കും കാരണമായിട്ട് തീരുന്നത്. പ്രിയമുള്ളവരെ, വിവാഹബന്ധം ഒരു കമ്മിറ്റ്മെൻ്റാണ്, അതൊരു പ്രതിബദ്ധതയാണ്, അതൊരു സമർപ്പണമാണ്. അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. 2 വാക്കുകൾ ശ്രദ്ധേയമാണ്, ലീവ് ആൻഡ് ക്ലീവ്. വിട്ടുപിരിയുക, പറ്റിച്ചേരുക. ലീവ് എന്ന് പറഞ്ഞാൽ ക്വിറ്റ് ഡിപ്പെൻഡിങ് ഓൺ യുവർ പേരൻസ് എന്ന് പറഞ്ഞാൽ ബി റെസ്പോൺസിബിൾ ഫോർ യുവർ സെൽഫ്. എന്നും അപ്പനെയും അമ്മയും ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കാനല്ല, സ്വന്തം കാലം നിൽക്കാനായിട്ട് പഠിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, ബോംബെയിൽ ആയിരുന്നപ്പോൾ അവിടെ ഒരു കുടുംബമുണ്ട്. അവർക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ. അവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ 3-ാമത്തെ ദിവസം അവർ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ താഴത്തെ നിലയിൽ അവരൊരു ഫ്ലാറ്റ് വാങ്ങി ഈ മകനെയും മരുമകളെയും അവിടേക്ക് മാറ്റിപ്പാർപ്പിച്ചു. അന്ന് എൻ്റെ മനസ്സിൽ പോലും തോന്നി, എടാ ഇതെന്നാ അപ്പനും അമ്മയാണ്, ഒരു മോനേ ഉള്ളൂ, എന്തിനാ മാറ്റി താമസിപ്പിച്ചത് എന്ന്. അവർ ചെയ്തത് ശരിയാണെന്ന് കുറേ കൂടെ പ്രായമായപ്പോൾ എനിക്ക് മനസ്സിലായി. അന്ന് എനിക്ക് തോന്നുന്നു 30 വയസ്സ് പ്രായമുള്ള ഒരു പട്ടക്കാരനായിരുന്നു. പക്ഷേ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവർ രണ്ടും ചെയ്തത് ഏറ്റവും നല്ലതാണ്. ഇല്ലെങ്കിൽ ഒരിക്കലും അവർ സ്വന്തം കാലിൽ നിൽക്കത്തില്ല. അവർ സ്വന്തം കാലിൽ നിൽക്കണമെങ്കിൽ, പേരൻസിനെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കണമെങ്കിൽ അവർ സ്വന്തമായി അധ്വാനിക്കണം, സ്വന്തമായി അവർ പണമുണ്ടാക്കണം, സ്വന്തമായി വീട് പുലർത്തണം, അവർ തന്നെ അവരുടെ മക്കളെ പരിപാലിക്കണം. അപ്പോഴാണ് ഈ കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് ശരിക്കും മനസ്സിലാകും. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാസവരി കൊടുക്കുന്നത് പോലും നമ്മളാണ്. ഞാൻ പറയുന്നത് നിർത്തണം, അത് ചെയ്യാൻ പാടില്ല. അവർ പ്രായമായി ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ അവർ കൊടുക്കട്ടെ മാസവരി, പള്ളിക്ക് കൊടുക്കാനുള്ളത് അവർ കൊടുക്കട്ടെ, ഈ സമൂഹത്തിൽ ചെയ്യേണ്ടത് അവർ തന്നെ ചെയ്യട്ടെ. എന്തിനാ നമ്മൾ അതിൻ്റെ അറ്റം പിടിക്കുന്നത്? അവർ കൊടുത്താൽ കൂടിപ്പോകുന്നുള്ളത് കൊണ്ടാണോ? കൊടുത്തു പഠിപ്പിക്കണം, കൊടുത്തു പഠിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. 2-ാമത്തെ വാക്ക് ക്ലീവ്, ഇണപിരിയ ബന്ധം.
മരണത്താലല്ലാതെ ഞങ്ങളെ പരസ്പരം വേർപിരിക്കാനാവില്ല എന്നുള്ള ചിന്ത. ചേർന്നിരിക്കുക, ഇതൊരു സമർപ്പണമാകണം. പിതൃപുത്ര ബന്ധത്തെക്കാൾ, സഹോദര സഹോദരി ബന്ധത്തെക്കാൾ ദൃഢമാണ് ഭാര്യ ഭർത്തൃ ബന്ധം. കർത്താവും സഭയും തമ്മിലുള്ള ബന്ധത്തിനും സാദൃശ്യമായി വേദപുസ്തകം പഠിപ്പിക്കുന്നത് മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധത്തെയാണ്. കർത്താവും സഭയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണോ അതിന് ഒരു സാദൃശ്യമായിട്ട് പറയുന്നത് മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധത്തെയാണ്. വിവാഹബന്ധം ഇൻറ്റിമേറ്റ് ആകണമെങ്കിൽ പൗലോസ് പറയുന്നത് സബ്മിറ്റ് ടു ഈച്ച് അതർ എന്നാണ്. സബ്മിറ്റ് ടു ഈച്ച് അതർ, ലവ് ആൻഡ് റെസ്പെക്റ്റ്. എഫേസ്യ ലേഖനം നാം വായിക്കുമ്പോൾ 5:33 നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ താൻ്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം, ഭാര്യയെയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകും. ഇത് ആധുനിക ലോകത്തിൽ ഫെമിനിസ്റ്റ് ചിന്താഗതിക്കാർ ഈ വാക്യമെടുത്ത് വളരെ കോലാഹലം സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം തർജ്ജമ ചെയ്തിരിക്കുന്നത് ഭയപ്പെടേണ്ടതാകുന്നു എന്നത് സത്യമാണ്. എന്നാൽ അവിടെ പറയുന്ന വാക്ക് റെസ്പെക്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഭർത്താവിനെ റെസ്പെക്റ്റ് ചെയ്യണം, ഭർത്താവ് ഭാര്യയെ റെസ്പെക്റ്റ് ചെയ്യണം, പരസ്പരം ആദരിക്കണം, പരസ്പരം ബഹുമാനിക്കണം, പരസ്പരം കരുതണം. സബ്മിഷൻ രണ്ടു പേർക്കും ബാധകമാണ്. സബ്മിഷൻ ഈസ് എ സൈൻ ഓഫ് ബോത്ത് ലവ് ആൻഡ് റെസ്പെക്ട് ഫോർ അതേഴ്സ്. ഇൻറ്റിമസി ഉണ്ടെങ്കിലേ അത് സാധ്യമായിട്ട് തീരത്തുള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്തീയ ശുശ്രൂഷയാണ് ക്യാമ്പസ് ക്രൂസൈഡ് ഫോർ ക്രൈസ്റ്റ് എന്ന സംഘടന. അതിൻ്റെ സ്ഥാപകൻ ബിൽ ബ്രൈറ്റാണ്. ഓരോ മീറ്റിങ്ങിൻ്റെയും അവസാനം അദ്ദേഹം ചോദിക്കും, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു തരണം എന്ന് ചോദിക്കുന്ന ആഗോള സംഘടനയുടെ സ്ഥാപകനും സിഇഒയുമായ വളരെ ബിസി ആയിട്ടുള്ള വ്യക്തി തന്നോട് ഇടപെടുന്ന ആളുകളോട് ചോദിക്കുകയാണ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? പരസ്പരമുള്ള ഈ ഒരു മനോഭാവം കുടുംബജീവിതത്തിൻ്റെ മാറ്റ് വർദ്ധിപ്പിക്കും എന്നതിന് സംശയമൊന്നുമില്ല. ഭാര്യ ഭർത്താവിനോട് വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്ന് ചോദിച്ചതുകൊണ്ട് എന്താ തെറ്റ്? അതുപോലെ ഭർത്താവ് ഭാര്യയോടും, അത് പരസ്പരം ഇൻറ്റിമസി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. പരസ്പരം കരുതുന്നവർക്ക് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. ഭർത്താവിനെ കരുതാൻ, ഭർത്താവിനെ റെസ്പെക്റ്റ് ചെയ്യാൻ, ഭാര്യയെ കരുതാൻ, ഭാര്യയെ റെസ്പെക്റ്റ് ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെയുള്ള കുടുംബങ്ങളാണ് ഏറ്റവും ധന്യമായി ഈ ലോകത്തിൽ ജീവിക്കുന്നത് എന്നതിന് തർക്കമൊന്നുമില്ല. പ്രിയമുള്ളവരെ, വിവാഹബന്ധം ഒരു ആജീവനാന്ത ബന്ധമാണ്. 2 ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ 10 ദിവസത്തേക്കോ ഉള്ളതല്ല. എന്നെ ഇപ്പോഴും വേദനിപ്പിക്കുന്ന ഒരു വിവാഹ സംഭവമുണ്ട്. ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നപ്പോൾ ഒരു കുടുംബം വന്ന് ഗൾഫിലുള്ള ഒരു പെങ്കൊച്ചിനു വേണ്ടി അതിനെ കല്യാണം കഴിക്കാനായിട്ട് എല്ലാം പ്ലാൻ ചെയ്തു. എന്തോ അന്ന് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളിത് ശരിക്കും ആലോചിച്ചിട്ടാണോ? പെണ്ണ് സത്യത്തിൽ അടൂക്കാരിയാണ്, ഓർത്തഡോക്സുകാരിയാണ്. എനിക്കറിയത്തില്ലെങ്കിലും എൻ്റെ നാടിനടുത്തുള്ളതാണ്. ഞാൻ വളരെ വ്യക്തമായിട്ട്, എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ആരോടും ചോദിക്കാറില്ല, ഞാൻ ചോദിച്ചു, വ്യക്തമായിട്ട് ചോദിച്ചു, നിങ്ങൾ വ്യക്തമായി അറിഞ്ഞിട്ടാണോ? നിങ്ങൾ ശരിക്കും ആലോചിച്ചിട്ടാണോ? ആ ശരി അച്ഛാ എന്നൊക്കെ പറഞ്ഞു. കല്യാണം എല്ലാം കഴിഞ്ഞു. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പെണ്ണ് ഗൾഫിൽ പോവുകയാണെന്നും പറഞ്ഞു പോയി. അവർ ഫ്ലൈറ്റൊക്കെ കയറ്റി വിട്ടു. പക്ഷേ അവൾ നേരെ ട്രിവാൻഡ്രത്ത് നിന്ന് അവൾ എറണാകുളത്തെത്തി, എറണാകുളത്ത് താമസിക്കുക. പിന്നീട് തിരക്കിയപ്പോഴാണ് എല്ലാം മനസ്സിലാവുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം തിരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവം തക്കതായ തുണയെ കണ്ടെത്തി തരുമെന്നതിന് സംശയമൊന്നുമില്ല. ഇത് ഒരു ദിവസത്തേക്കുള്ളതല്ല, 2 ദിവസത്തേക്കുള്ളതല്ല, 10 വർഷത്തേക്കുള്ളതല്ല. മരണം വരെ ഒരുമിച്ച് കഴിയാനായിട്ട് ദൈവം നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വം, ഒരു വലിയ ചുമതലയാണ് കുടുംബജീവിതം എന്നത് നാം ഒരിക്കലും മറക്കരുത്. വിവാഹബന്ധം ഒരു ആത്മീയ ഐക്യമാണ്. ഭൗതിക നോട്ടങ്ങളോ ദൃഷ്ടിയോ അല്ല കുടുംബജീവിതത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡം. എൻ്റെ മകന് എഞ്ചിനീയർ, അവനൊരു ഡോക്ടർ തന്നെ ആകണം എന്ന് ചിന്തിക്കരുത്. ഒരുപക്ഷെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണമുണ്ട്. ഞാൻ ഇരുന്നാണ് ആ പള്ളിയിൽ.
അതുകൊണ്ട് ഞാനിരുന്ന പള്ളികളൊന്നും തേടിപ്പോകേണ്ട കാര്യമൊന്നുമില്ല. ഈ വരൻ്റെ പിതാവ് കാല് മുറിച്ചു, ഷുഗറിൻ്റെ ഒത്തിരി പ്രയാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മകൻ CA-കാരനാണ്, നല്ല സാമ്പത്തികമുണ്ട്. മകൾ ഡോക്ടറായിരിക്കണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. കാരണം തന്നെ ശുശ്രൂഷിക്കാൻ ഒരു ഡോക്ടർ. ആ വിവാഹബന്ധം 1 മാസത്തോളം കഷ്ടിച്ചേ നിന്നുള്ളൂ. ഞാനും ആ വിവാഹത്തിന് പങ്കെടുത്തതാണ്. അങ്ങനെ ദുഷ്ടലാക്കോടോ സ്വാർത്ഥതയോടോ ഒന്നും നമ്മൾ കുടുംബജീവിതത്തെ കാണരുത്. അതൊരു ആത്മീയ ഐക്യമായിട്ട് കാണാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. വിവാഹബന്ധം പൂർണ്ണ പങ്കാളിത്തമാണ്, സമ്പൂർണ്ണ സമർപ്പണമാണ്. മാത്രവുമല്ല പ്രിയമുള്ളവരെ, വിവാഹ ജീവിതം പരിശുദ്ധമായിരിക്കണം, പരിപാവനമായിരിക്കണം. പരസ്പരം വിശ്വസ്തത പുലർത്തണം. ഭാര്യയും ഭർത്താവും പരസ്പരം വിശ്വസ്തരായിരിക്കണം. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നാ പൗലോസ് പറയുന്നത്. എബ്രായ ലേഖനത്തിൽ വളരെ വ്യക്തമായ ഒരു വാക്യമുണ്ട്. ആ വാക്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ചെയ്യുവാൻ ഒരിക്കൽ കൂടെ നമ്മെ സമർപ്പിക്കാം. വന്നുപോയിട്ടുള്ള വീഴ്ചകളും കുറവുകളും ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. കർത്താവിനോട് ചേർന്ന് ഒരു ആത്മീയ ഐക്യത്തിൽ, ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിൽ, ഇതൊരു ആജീവനാന്ത ബന്ധമാണ് എന്നുള്ള ഉറപ്പോടെ, നിശ്ചയത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തുടർന്നും കുടുംബജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമുക്കെല്ലാവർക്കും സഹായിക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രമാണം നമ്മൾ ഒരുമിച്ച് ചൊല്ലാം.